രാമ 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 രാമ. എല്ലാവർക്കും നമസ്കാരം. നാളെ ദ്വാദശി. നല്ല കാലം വരാൻ പോകുന്ന 7 നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകരുടെ സകലവിധ പ്രതിസന്ധികൾ അവസാനിക്കുകയും ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ്. 7 നക്ഷത്രജാതകർക്കാണ് ആ ഒരു മഹാഭാഗ്യം ഇനി അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുക. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ അവരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അത്രയേറെ വലുതായിരുന്നു. ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാതെ പോകുന്നു. എന്ത് കാര്യത്തിലും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നു. വഴിപാടുകൾ നടത്തുന്നുണ്ട്, ക്ഷേത്രാർച്ചന നടത്തുന്നുണ്ട്, ജ്യോത്സ്യന്മാരെ പോയി കാണുന്നുണ്ട്. എല്ലാ വിധത്തിലും എല്ലാ ദൈവങ്ങളിലും വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വലിയൊരു ഉയർച്ച വന്നു ചേരാതെയായി. ഇനി ഇവരുടെ സമയം മാറുകയാണ്. ഗ്രഹസ്ഥിതികൾ, ഗോചര ഫലങ്ങൾ മാറുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുമെന്ന്. ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ്. സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം വന്നു ചേരാൻ പോവുകയാണ്. ശിവപ്രീതിയിലൂടെ ഈ നക്ഷത്രജാതകർക്ക് സർവ സൗഭാഗ്യവും വന്നു ചേരും. ഇവരുടെ കടങ്ങളൊക്കെ മാറും. ദ്വാദശി എന്നാൽ 12ാം പിറ. ഈ 12ാം പിറയോടുകൂടി ഇവരുടെ ജീവിതത്തിലെ സകലവിധ ദുരിത ദുഃഖങ്ങളും മാറി ഒത്തിരി നേട്ടത്തിലേക്ക് പോകും ഈ നക്ഷത്രജാതകർ. ധനസമൃദ്ധി വന്നു ചേരുന്നതായ നക്ഷത്രജാതകരാണ് 7 നക്ഷത്രജാതകരും. ഇവരുടെ രോഗങ്ങൾ, കടങ്ങൾ, ശത്രു ഇവയൊക്കെ മാറി ഇവർ ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന സമയം. പക്ഷെ ഇതൊക്കെ അല്പം ശ്രദ്ധയോടെ കാണേണ്ട കാര്യവുമാണ് ഇവർ. അതായത് രോഗങ്ങളും കടങ്ങളും ശത്രുക്കളും ഒക്കെ അല്പം ശ്രദ്ധയോടെ കരുതലോടെ കാണേണ്ട സമയമാണ്. ഈ കടങ്ങളും മറ്റും തീരാനുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ടാകുന്നു. അറിഞ്ഞൊന്ന് പ്രവർത്തിച്ചാൽ മാത്രം മതി. അതായത് ഇവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇവർക്ക് ഓർഗം ചെയ്യാൻ കഴിയും. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. വിദേശ യോഗമുണ്ട്. ധനം സമ്പാദിക്കുവാനുള്ള യോഗം വന്നു ചേരും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്. ശിവപ്രീതി നടത്തുക ഈ നക്ഷത്രജാതകർ. കർക്കിടകമാണ്. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ വന്നു നിറയണം. ഈ ഒരു മാസത്തിലും ഏറ്റവും അധികം നേട്ടത്തിലേക്കും ഇവർ എത്തിച്ചേരണം. ആ നക്ഷത്രജാതകരെ, ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വരുത്തുന്നു എന്ന് അറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന, എല്ലാ സമൃദ്ധിയും വന്നു ചേരുന്ന ആ ആദ്യത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ബുധൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിൽ നിൽക്കുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഏറ്റവും അധികം പ്രശ്നങ്ങളും ഈ നക്ഷത്രജാതകർക്ക് തന്നെയാണ്, ചോദിക്ക് തന്നെയാണ്. ചെറിയ ചില ഗുണാനുഭവങ്ങൾ മാത്രമേ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുള്ളൂ. എത്ര ശ്രമിച്ചിട്ടും ധനം സമ്പാദിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ സമ്പാദിക്കുന്ന ധനം വേറൊരു വഴിയിലൂടെ ഇവർക്ക് പോകുന്നു. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. എന്നാൽ ബുധൻ ജന്മരാശിയുടെ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭം വന്നു ചേരും. ശിവഭക്തരായ ഇവർക്ക് സമൃദ്ധി ധാരാളം വന്നു ചേരേണ്ട സമയമാണ്. ഓം നമഃശിവായ എന്ന മൂലമന്ത്രം ജപിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നു ചേരുമ്പോൾ ഓം നമഃശിവായ എന്ന മൂലമന്ത്രം ഈ നക്ഷത്രജാതകർ ജപിക്കുക. ഒരു വിദേശ യോഗം, ഒരു നല്ല ജോലി ലഭിക്കാൻ, ഒരു നല്ല ബിസിനസ് ചെയ്യാൻ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല ഗുണമുണ്ടാകുവാൻ ഇവർ ശിവക്ഷേത്രത്തിൽ പതിവായി പോകുന്നതും ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ അവിടെ വഴിപാടുകൾ നടത്തുന്നതും കൂവളമാല, എരിക്കൻ പൂവ് ഇതൊക്കെ ഉപയോഗിച്ച് മാല കെട്ടി ശിവഭഗവാന് ചാർത്തുന്നതുമൊക്കെ ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ മൃത്യുഞ്ജഹോമം, ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നിർബന്ധമായും ചോതി നക്ഷത്രജാതകർ ചെയ്യേണ്ട കാര്യമാണ് മൃത്യുഞ്ജഹോമം ആ ക്ഷേത്രത്തിൽ നടത്തുക. ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കണം. ഒരുപാട് നേട്ടത്തിലേക്ക് പോകണം. കടങ്ങളൊക്കെ മാറണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ഉറപ്പായും ചോദിക്കുന്നത് ഭാഗ്യത്തിന്റെ സമയമാണ്.
എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയേക്കാൾ ഉപരി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം ദൈവം തന്നെ നൽകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭ്യമാകും. ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കാൻ കഴിയും. അടുത്തത് ചിങ്ങക്കൂറിലെ മകമാണ്. കലഹങ്ങൾ വരാതെ സൂക്ഷിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശുക്രൻ ജന്മരാശിയുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. ഭാഗ്യത്തിന്റെ നാളുകളാണ്. ഒരുപാട് ധനം വന്നു ചേരും. ജീവിതത്തിലെ വെല്ലുവിളികളെയൊക്കെ നിങ്ങൾ വളരെ നിസ്സാരമായി അതിനെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. ഉറപ്പാണ്. ഭാഗ്യത്തിന്റെ നാളുകളാണ്. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒരുപാട് രക്ഷപ്പെടേണ്ട നക്ഷത്രമാണ് മകം. ഓം നമഃ ശിവായ എന്ന മൂലമന്ത്രം ചൊല്ലുക. എരിക്കിൻ പൂവ്, കൂവളമാല, അതുപോലെ തന്നെ മൃത്യുഞ്ജ മന്ത്രം വെച്ച് അർച്ചന ചെയ്യുക. ഇതൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ശിവഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. ഉറപ്പാണ്. ഇനി നിങ്ങളുടെ നാളുകളാണ്, വിജയത്തിന്റെ നാളുകളാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ദുരിത ദുഃഖങ്ങളായിരുന്നു. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് അബദ്ധങ്ങൾ മാത്രമേ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് പറ്റിയിട്ടുള്ളൂ. ആരെ വിശ്വസിച്ചിട്ടുണ്ടോ അവരൊക്കെ ചതിച്ചിട്ടുണ്ട്. വരെ ആരെ ആത്മാർത്ഥമായി സ്നേഹിച്ച് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ അതിൻ്റെ 10 മടങ്ങായിട്ട്, 10 മടങ്ങല്ല 100 മടങ്ങായിട്ട് ഇവരെ ക്രൂരമായി ചെയ്തിട്ടുണ്ട്, ക്രൂരമായി ബിഹേവ് ചെയ്തിട്ടുണ്ട്. അത്രയേറെ പ്രശ്നങ്ങളാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇനി നേടിയെടുക്കാൻ കഴിയും. ദുരിത ദുഃഖങ്ങളൊക്കെ മാറും. ഓം നമഃ ശിവായ എന്ന മൂലമന്ത്രം ചൊല്ലുക. അത്രയേറെ ഭാഗ്യത്തിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറ്റും. രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദേവിയാണ്. ദേവിയുടെ വ്യത്യസ്ത രൂപമായ ഭദ്രകാളി, ലക്ഷ്മി, സരസ്വതി, പാർവതി, ദുർഗ ഇവയൊക്കെ ഒന്നു തന്നെയാണ്. ഒരേ മൂർത്തിയുടെ വിവിധ ഭാവങ്ങൾ. സമസ്ത ലോകങ്ങളുടെയും അതിപരാശക്തിയാണ് അമ്മ. അമ്മയുടെ അനുഗ്രഹം കാർത്തിക നക്ഷത്ര ജാതകർക്കുണ്ട്. രക്ഷപ്പെടും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരുത്തില്ല. അമ്മേ നാരായണ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക. ശത്രു സംഹാരം ഇവരുടെ പ്രത്യേകതയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക്. ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വിജയിച്ചിരിക്കും. നിങ്ങളെ ബാധിച്ച എല്ലാ പ്രയാസങ്ങളും, എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. വിദേശ യോഗം കാണുന്നു. ദേവിയുടെ ഒരു അനുഗ്രഹം, അമ്മ മഹാമായയുടെ അനുഗ്രഹം, പാർവതീദേവിയുടെ ഒരു അനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹം, ഭദ്രകാളിയുടെ അനുഗ്രഹം, ദുർഗയുടെ അനുഗ്രഹം ഈ പൂരാട നക്ഷത്രത്തിനുണ്ട്. അതുകൊണ്ടാണ് പല വെല്ലുവിളികളെയും ഇവർ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇവർ ഉയർച്ചയിലെത്തും. ഇവർക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയും. ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. അമ്മേ നാരായണ എന്നൊന്ന് പൂരാട നക്ഷത്ര ജാതകർ കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അടുത്ത നക്ഷത്രം ചതയമാണ്. ജോലി സംബന്ധമായ നേട്ടം നിങ്ങൾക്ക് കാണുന്നുണ്ട്. വിദേശ യോഗം കാണുന്നുണ്ട്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. എപ്പോഴും കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ ആ മൂകമായ സ്വഭാവം ഒന്ന് ഉപേക്ഷിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ആരൊക്കെ ചതിച്ചിട്ടുണ്ടെങ്കിലും ആരൊക്കെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ എല്ലാ രീതിയിലും നേട്ടത്തിലേക്ക് തന്നെ പോകും. ഇനി നിങ്ങളുടെ സമയമാണ്. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ അർച്ചന, മൃത്യുഞ്ജഹോമം, കൂവളമാല, എരിക്കിൻ പൂവ് വെച്ച് ശിവഭഗവാന് ചാർത്തി പ്രാർത്ഥന നടത്തുക, നെയ്വിളക്ക് കത്തിക്കുക. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. കഷ്ടകാലങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. ഒരുപാട് കഷ്ടകാലമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും യൂട്യൂബ് കേൾക്കും. സാറിൻ്റെ പരിപാടിയെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. സാറ് പറയുന്നുണ്ട് എല്ലാ ദിവസവും എനിക്ക് ശുക്രൻ അടിക്കും എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് ശുക്രൻ അടിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയം ഇവിടെ തുടങ്ങുകയാണ്. എരിക്കിൻ പൂവ്, കൂവളമാല, മൃത്യുഞ്ജയ മന്ത്രം ഇത് ശിവഭഗവാന് അർപ്പിച്ച് പ്രാർത്ഥന നടത്തൂ. നിങ്ങളുടെ ജീവിതം കെങ്കേമമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും.
ചില വഴിപാടുകൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് തൃപ്തിപ്പെടുത്തും. നമുക്ക് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. ജീവിക്കണമെന്നുള്ള ചിന്ത. നമ്മളാണ് ഏറ്റവും കൂടുതൽ അതിനു വേണ്ടിയിട്ട് ശ്രമം നടത്തേണ്ടത്. നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിജയിക്കണമെന്ന ലക്ഷ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും അതിനുവേണ്ടി നിങ്ങളൊന്ന് പ്രയത്നിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്, അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. രക്ഷപ്പെടട്ടെ, ഉയർച്ചയിലെത്തട്ടെ, ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.